ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഗുണ്ടാത്തലവന്റെ വിരുന്നിൽ പങ്കെടുത്ത ഡിവൈഎസ്പി സാബുവിനെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇന്ന് രാത്രി തന്നെ നടപടി ഉണ്ടാകും. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, പോലീസ് സേനയ്ക്കാകെ നാണക്കേടുണ്ടാക്കിയ, അവമതിപ്പുണ്ടാക്കിയ സംഭവമാണ്. ആഭ്യന്തരമന്ത്രി കൂടിയാണ് മുഖ്യമന്ത്രി. ഇപ്പോൾ ഇടപെടലുണ്ടാകുന്നു. സസ്പെൻഷൻ ഉത്തരവ് ഇന്ന് തന്നെ പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും ആര്യ, ഇന്ന് രാത്രി തന്നെ സസ്പെൻഷൻ ഓർഡർ പുറത്തിറങ്ങും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഡിവൈഎസ്പി സാബുവിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്നാണ് വകുപ്പ് തലത്തിൽ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എറണാകുളത്ത് നിന്ന് റിപ്പോർട്ട്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് ലഭിച്ചു. അത് മുഖ്യമന്ത്രിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി സാബുവിനെ സസ്പെൻഡ് ചെയ്യാൻ കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് 1 മണിക്കൂറിനുള്ളിൽ ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടായിരിക്കണമെന്നാണ്. 1 മണിക്കൂറിനുള്ളിൽ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങും. ആ ഗവൺമെൻറ് ഉത്തരവ് പുറത്തിറങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള നടപടിക്രമങ്ങൾ ആഭ്യന്തര വകുപ്പിൽ പുരോഗമിക്കുകയാണ്. അതോടുകൂടി ഈ ഗുണ്ട സൽക്കാരത്തിൽ പങ്കെടുത്ത ഡിവൈഎസ്പി അടക്കമല്ല അല്പസമയം മുമ്പ് വിജിലൻസിലുണ്ടായിരുന്ന പോലീസുകാരൻ, അയാളുടെ പോലീസ് സേനയിലേക്ക് മാറ്റിയിരുന്നു വിജിലൻസിൽ നിന്ന്. അതിൻ്റെ തൊട്ടു പിന്നാലെ ആ പോലീസുകാരനെതിരെയും നടപടിയുണ്ടായി, സസ്പെൻഡ് ചെയ്തു. അപ്പോൾ ഈ ഗുണ്ടാ സൽക്കാരത്തിൽ പങ്കെടുത്ത ഡിവൈഎസ്പി അടക്കം എല്ലാ പോലീസുകാർക്കും, 4 പോലീസുകാർക്കുമെതിരെ ഇപ്പോൾ നടപടിയായിരിക്കുകയാണ്. പോലീസിന് വലിയ നാണക്കേടാണ് ഈ സംഭവം ഉണ്ടാക്കിയത്. മാത്രമല്ല, ഡിവൈഎസ്പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഈ ഗുണ്ടാ സംഘത്തിൻ്റെ സൽക്കാരത്തിൽ പങ്കെടുത്തത് കേരള പോലീസിന് വലിയ നാണക്കേടുണ്ടാക്കി. ആ നാണക്കേടിൻ്റെ കൂടി പ്രത്യേകിച്ച് നാളെ മുഖ്യമന്ത്രി ഉന്നത ഉദ്യോഗസ്ഥരുടെ നാളെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ യോഗം മുഖ്യമന്ത്രി വിളിച്ചിട്ടുണ്ട്. ആ സമയത്താണ് ഇന്ന് ഇത്രയും നാണക്കേടുണ്ടാക്കുന്ന ഒരു വാർത്ത വന്നത്. ആദ്യം ഒരുപക്ഷെ ആ ഡിവൈഎസ്പി രക്ഷിക്കാനുള്ള, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് തടിയൂരാനുള്ള ശ്രമമൊക്കെ നടന്നിരുന്നു. തീർച്ചയായിട്ടും ഈ ഡിവൈഎസ്പി സാബു വിരമിക്കാൻ ഇനി 3 ദിവസമേ ഉള്ളൂ. ഈ മാസം വിരമിക്കുകയാണ്. ആ വിരമിക്കലിൻ്റെ സെൻഡ് ഓഫ് പാർട്ടിയുടെ പന്തലൊക്കെയാണ് നമ്മൾ നേരത്തെ രഘുവിൻ്റെ റിപ്പോർട്ടിൽ കണ്ടത്. അപ്പോൾ ഈ ഡിവൈഎസ്പിയെ രക്ഷിക്കാനുള്ള ശ്രമം അവിടെ നടന്നു എന്നുള്ള ഒരു ആരോപണം ഉയർന്നിട്ടുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തിയെന്ന് നേരത്തെ നമ്മളടക്കം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ അതുകൊണ്ട് കാര്യമുണ്ടായില്ല. നമ്മൾ വാർത്ത നൽകിയതിന് പിന്നാലെ ആ വാർത്ത വലിയ തോതിൽ കേരള പോലീസിൻ്റെ ഒരു കീർത്തിക്ക് കോട്ടം തട്ടിച്ചു. അത് മാത്രമല്ല, ഡിവൈഎസ്പിക്കെതിരെയാണ് അവിടെ നിന്ന്, എറണാകുളത്ത് നിന്ന് റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് ലഭിച്ചിരിക്കുന്നത്. ഡിവൈഎസ്പിക്ക് ആ ഒരു നടപടിയിൽ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് എറണാകുളത്ത് നിന്ന് ആഭ്യന്തര വകുപ്പിന് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട്. ആ റിപ്പോർട്ടാണ് മുഖ്യമന്ത്രി കാത്തിരുന്നത്, എന്താണ് വകുപ്പ് തല അന്വേഷണത്തിൽ കണ്ടെത്തുന്നത് എന്നുള്ളത്. ആ റിപ്പോർട്ട് കിട്ടിയ ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് ആ ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന്, അതായത് ഈ വിരമിക്കാനുള്ള ദിവസങ്ങളൊന്നും നോക്കണ്ട, ആ ഒരു ആനുകൂല്യം പോലും നൽകണ്ട, ഉടൻ തന്നെ സസ്പെൻഡ് ചെയ്യാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചത്. 1 മണിക്കൂറിനുള്ളിൽ സസ്പെൻഡ് ചെയ്യാനായിരുന്നു നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്പസമയത്തിനകം, ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഓർഡർ ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇന്ന് രാത്രി തന്നെ ഡിവൈഎസ്പിക്ക് ജോലിയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. ശരി, 1 മണിക്കൂറിനുള്ളിൽ സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറങ്ങും. റിപ്പോർട്ട് കിട്ടി 1 മണിക്കൂറിനകം സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറങ്ങണമെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്.